പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ പോകുന്നത് കോളേജിന് വേണ്ടി വാങ്ങിയ സ്ഥലത്താണെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം പച്ചക്കള്ളമെന്ന് തെളിഞ്ഞു. കോളേജിന്റെ സ്ഥലത്തല്ല ബ്രൂവറി വരുന്നതെന്ന് പ്രയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ബ്രൂവറി തുടങ്ങുന്നത് കോളേജിനായി വാങ്ങിച്ച സ്ഥലത്താണെന്നായിരുന്നു സതീശന്റെ ആരോപണം. അങ്ങനെ വികസനങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന സതീശന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ NM വിജയന്റെ വാർത്തയടക്കം ശ്രദ്ധ തിരിക്കാൻ സതീശൻ നടത്തിയ ഒരു ആരോപണം, ആ ആരോപണം പൊളിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന്റെ വിശദവിവരങ്ങൾ സച്ചിൻ വള്ളിക്കാട് നൽകും. സംസ്ഥാന സർക്കാർ പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി നിർമ്മാണത്തിന് അനുമതി നൽകിയതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച വി.ഡി. സതീശൻ്റെത് വ്യാജ ആരോപണങ്ങളാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് പാലക്കാട് കോളേജിന്റെ മറവിലാണ് സംസ്ഥാന സർക്കാർ മദ്യനിർമ്മാണശാല ആരംഭിക്കുന്നത് എന്നായിരുന്നു. പാലക്കാട് എലപ്പുള്ളിയിലെ 24 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനിക്ക് നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടി അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. അതായത് പാലക്കാട് സ്വകാര്യ കോളേജിനും അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറവിലാണ് ബ്രൂവറി തുടങ്ങുന്നത് എന്ന ഒരു ഗുരുതര ആരോപണമാണ് വി.ഡി. സതീശൻ ഉന്നയിച്ചത്. എന്നാൽ പാലക്കാട്ടെ പ്രയാഗ കോളേജ് എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ അഫിലിയേറ്റ് ചെയ്ത കോളേജിൻ്റെ നിർമ്മാണത്തിനായി അവിടെ 7 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഭൂമിയെയാണ് പ്രതിപക്ഷ നേതാവ് വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബ്രൂവറി നിർമ്മിക്കുന്നത് ഈ കോളേജിൻ്റെ പേരിലാണ് എന്ന രീതിയിൽ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചത്. ഇതിനെ പാടെ തള്ളിക്കൊണ്ട് കോളേജ് അധികാരികൾ രംഗത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ വന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ട് ഈ മതിൽ കിട്ടിയ സ്ഥലത്താണ് ഈ കോളേജ് ബ്രൂവറി വരുന്നതെന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ കാര്യമാണ്. ആ മതിൽ കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലം കോളേജിന്, പ്രയാഗ എന്ന് പറയുന്ന കോളേജിന് 300ഓളം കുട്ടികൾ, അട്ടപ്പാടി എന്ന് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. പാലക്കാട് ബ്രൂവറി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അടക്കം പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സ്വീകരിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബ്രൂവറിയിലും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന ആരോപണം മന്ത്രി M.B. രാജേഷ് ഉന്നയിച്ചു. കാരണം ദേശീയപാത വികസനത്തിലായാലും വിഴിഞ്ഞം തുറമുഖ വികസനത്തിലായാലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയിലായാലും പ്രതിപക്ഷം വലിയ രീതിയിൽ തടസ്സം നിന്നിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വികസനവുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനാൽ തന്നെ തുടക്കത്തിൽ തന്നെ വികസനത്തിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. അതേ നിലപാടാണ് പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും സ്വീകരിക്കുന്നത് എന്ന ആരോപണവും സംസ്ഥാന മന്ത്രിമാർ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവാൻ വേണ്ടി വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഓരോ ദിവസവും മത്സരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പദ്ധതികളെയും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മന്ത്രി M.B. രാജേഷും വ്യക്തമാക്കി. അതേപോലെ ഈ പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് അനുമതി നൽകിയിട്ടുള്ളത്. അവിടെയുള്ള പാരിസ്ഥിതിക വിഷയങ്ങളും ജലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണം പുരോഗമിക്കുകയുള്ളൂ, യാഥാർത്ഥ്യമാകുകയുള്ളൂ എന്ന കാര്യവും മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി സച്ചിൻ, അങ്ങനെ വിഴിഞ്ഞം വികസന പദ്ധതിയിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ എന്ത്? ആ ആരോപണം തന്നെയാണ് ഇപ്പോൾ ബ്രൂവറിയുടെ വിഷയത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നാണ്. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന സതീശന്റെ നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാട് ഒക്കെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.